ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മൾ ഇന്നും ഇന്നലെയൊക്കെയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. അത് ആധാർ വഴി ലിങ്ക് ചെയ്ത ദേശസാൽകൃത ബാങ്കുകളിലൂടെയാണ് ഇനി വിതരണം ചെയ്യുക എന്ന സർക്കാർ ഉത്തരവിനെ കുറിച്ച്. തീർച്ചയായും ഇത് നല്ലൊരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. കാരണം ഇത് അർഹരായ ആളുകളുടെ അക്കൗണ്ടുകളിൽ ഈ പൈസ നേരിട്ടെത്തുന്ന ഒരു സംവിധാനമാണ്. ഏതായാലും ഇത് ഈ എടുത്ത തീരുമാനം തീർച്ചയായും സ്വാഗതാർഹമാണ് എന്ന് തന്നെയാണ് നമുക്ക് അതേക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. മറ്റത് ഈ കൃത്യമായ കണക്കുകളൊന്നും സഹകരണ ബാങ്കുകളിൽ നിന്ന് ലഭ്യമല്ല എന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ അതുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായും ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഈ സംഖ്യ എത്തുകയും ആ ഗുണഭോക്താവിന് അതിന്റെ മെസ്സേജ് വരികയും ഉടനെ തന്നെ പൈസ എടുക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സംവിധാനമാണല്ലോ ആധാർ ലിങ്ക്ഡ് ദേശസാൽകൃത ബാങ്കുകളെ അക്കൗണ്ടിലേക്ക് സർക്കാർ ഈ വിതരണം ചെയ്യുന്നതിലൂടെ സാധിക്കുന്നത്. തീർച്ചയായും അത് ഇതിന്റെ കിടപ്പ് രോഗികൾക്ക് തീർച്ചയായും അത് പഴയ സംവിധാനം നിലനിർത്തിയിട്ടുമുണ്ട്. അപ്പോൾ കിടപ്പ് രോഗികൾക്ക് പഴയ സംവിധാനം നിലനിർത്തിയിട്ടുമുണ്ട്. എന്നാൽ പിന്നെ സാധാരണ മുഴുവൻ ആളുകൾക്കും ബാങ്കിൽ ഈ പൈസ ലഭ്യമാകുന്നതും നല്ല ഒരു തീരുമാനമാണ് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം അതിന്റെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന് അത് നല്ല തീരുമാനമാണ്. അർഹരായ ആളുകൾക്ക് അവരുടെ കൈകളിൽ അവരുടെ അക്കൗണ്ടിൽ ആ പൈസ എത്തുന്നു എന്ന് സർക്കാരിനും ഉറപ്പുവരുത്താൻ സാധിക്കും. മറിച്ച് വേറെ ഒരു നല്ല തീരുമാനം, ഒരു നല്ല കാര്യം കൂടി അതിന്റെ പിന്നിലുണ്ട്. കാരണം ഇത് വിതരണത്തിനുള്ള ടൈം ഏറ്റവും കുറവ്. കാരണം സർക്കാർ പൈസ ട്രഷറിയിൽ നിന്ന് മാറ്റുന്നത് ഉടനെ തന്നെ ഗുണഭോക്താവിന്റെ അക്കൗണ്ടിൽ എത്തുകയാണല്ലോ. നിമിഷങ്ങൾക്കകമാണല്ലോ ഇപ്പോൾ ഈ സാങ്കേതിക വിദ്യയൊക്കെ വളർന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ വിട്ടുപടിക്കൽ ഇത് എത്തിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഈ സർക്കാരിന്റെ ഉത്തരവ് സ്വാഗതാർഹമാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ദേശസാൽകൃത ബാങ്കുകളിലൂടെ അത് വിതരണം ചെയ്യുമ്പോൾ കൃത്യമായി ഉപഭോക്താവിന് അത് കിട്ടുന്നു. അത് ആധാർ ലിങ്ക്ഡ് അക്കൗണ്ട് ആണ് അതിന് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആധാർ ലിങ്ക്ഡ് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് കൃത്യമായി അത് ബാങ്കുകളിൽ എത്തുന്നു. ഇപ്പോഴൊരു അക്കൗണ്ട് തുടങ്ങുവാനും ആധാറുമായി ലിങ്ക് ചെയ്യുവാനും ഒന്നും വലിയ പ്രയാസമുള്ള കാലഘട്ടമല്ലല്ലോ. കാരണം ഒരു അക്കൗണ്ട് തുടങ്ങി ഉടനെ തന്നെ അത് ലിങ്ക് ചെയ്യുവാനും സാധിക്കും. അക്ഷയ സെന്ററുകളിലൊക്കെ അതിനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഈ ഒരു ഉത്തരവ് തീർച്ചയായും അത് ഗുണഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അത് നല്ല ഒരു തീരുമാനമാണ്. കാരണം കൃത്യമായി അവർക്ക് അവരുടെ ആനുകൂല്യം പെൻഷൻ അത് അവരുടെ അക്കൗണ്ടിൽ തന്നെ നേരിട്ടെത്തുന്നു എന്നത് നല്ല ഒരു തീരുമാനമായി തന്നെയാണ് ഇതിനെ നമുക്ക് കാണേണ്ടത്. പല വിമർശനങ്ങളും പല കോണുകളിൽ നിന്നും ഒക്കെ വരുന്നുണ്ട് എങ്കിലും അതൊക്കെ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ്. തീർച്ചയായും അതിനെ രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇത് ഒരു നല്ല തീരുമാനമായിരിക്കും, നല്ലൊരു തീരുമാനമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് തന്നെ നേരിട്ട് പണം എത്തുന്നു, എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാവുന്നതുമാണ്. ഇപ്പോൾ ATM കാർഡും ബാങ്ക് അക്കൗണ്ടും ഒക്കെ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ട് താനും. അപ്പോൾ ഇതിനൊന്നും വലിയ പ്രയാസം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഏതായാലും ഈ വിട്ടുപടിക്കൽ ഈ പെൻഷൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അത് അക്കൗണ്ടിലേക്ക് വരുന്നു, അക്കൗണ്ടിൽ നിന്ന് ഉടൻ തന്നെ മെസ്സേജ് വരുന്നു, ഉടൻ തന്നെ എപ്പോൾ വേണമെങ്കിലും അത് പിൻവലിക്കാവുന്ന ഒരു നില അവിടെ പ്രകടമാകുകയും ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായും സർക്കാരിന്റെ ഈ തീരുമാനം സ്വാഗതാർഹമാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞതും അത് തന്നെയാണ്. നല്ല ഒരു തീരുമാനമാണ്. അത് ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തുക എന്നതും എപ്പോൾ വേണമെങ്കിലും പണം പിൻവലിക്കാൻ സാധിക്കും എന്നതും അതിന്റെ സമയക്കുറവും, കാരണം സർക്കാർ ട്രാൻസ്ഫർ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഗുണഭോക്താവിനും അത് അവരുടെ അക്കൗണ്ടിൽ പൈസ എത്തുന്നു എന്നതും ഒക്കെ നല്ല തീരുമാനം തന്നെയാണ്. ഏജന്റിന്റെ കാത്തിരിക്കേണ്ട ആവശ്യം ഇല്ല എന്നതും തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ എന്ത് ചെയ്താലും ഏത് കാര്യത്തിനും അതിന്റെ ഒരു കുറവ് കണ്ടെത്തും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അവർ ആ കുറവ് കണ്ടെത്തി അതിലൊരു വിമർശനം എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതല്ല,
ഇതിന്റെ പോസിറ്റീവ് കാര്യങ്ങൾ അത് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് ഗുണഭോക്താവിന്, അത് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അത് ഗുണം തന്നെയാണ്. മറ്റു കിടപ്പ് രോഗികൾക്ക് ഇത് പഴയപടി തുടരുകയും ചെയ്യുന്നുണ്ട് എന്നതും ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഏതായാലും സർക്കാരിന്റെ ഈ തീരുമാനം അത് നല്ല തീരുമാനം തന്നെയാണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാൻ ഉറപ്പിക്കുന്നേ. അടുത്തൊരു വീഡിയോ ആയി കണ്ടുകൊണ്ടാണ്. നന്ദി, നമസ്കാരം.